നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. കെ.പി.സി.സി പ്രസിഡന്റിന്റെ കസേര സമ്മർദ്ദത്തിലൂടെ തിരിച്ചുവാങ്ങിയ കെ സുധാകരൻ അതിശക്തമായി തിരിച്ചടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് കിട്ടിയില്ല എങ്കിൽ സുധാകരനെ നീക്കണമെന്ന എ.ഐ ഗ്രൂപ്പുകളുടെ ആവശ്യത്തിന് അതേ നാണയത്തിൽ സുധാകരൻ തിരിച്ചടി നൽകുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം സുധാകരന്റെ തലയിൽ കെട്ടിവെക്കാനാണ് എ.ഐ ഗ്രൂപ്പുകളുടെ നീക്കം. സംഘടനാ ദൗർബല്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് തന്നെ മാത്രം വേട്ടയാടാനുള്ള നീക്കം നേരത്തെ തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സുധാകരൻ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത് എങ്കിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ പോലും പിന്തുണ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇരു ഗ്രൂപ്പുകളും എടുത്തുചാടി കുഴിയിൽ വീണതിൽ സന്തോഷിക്കുകയാണ് സുധാകരൻ. പ്രസിഡന്റിന്റെ അർമാദം കുറച്ചുകാലം കൂടിയേ കാണൂ എന്നാണ് ഗ്രൂപ്പ് ശിങ്കടികളുടെ അടക്കം പറച്ചിൽ. അവരുടെ തിട്ടൂരത്തിന് സുധാകരൻ വഴങ്ങാത്തതാണ് ഇക്കൂട്ടരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 4-ന് ശേഷം സുധാകരനെ മാറ്റാമെന്ന സൂചന ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ 6-7 സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് എ.ഐ.സി.സി വിലയിരുത്തൽ. അത് വലിയ തിരിച്ചടിയാകും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ജനപിന്തുണ ഏറി വരുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് 20 സീറ്റും ലഭിക്കണം. ദക്ഷിണേന്ത്യൻ മുഴുവനും ബി.ജെ.പി വിരുദ്ധ തരംഗമാണ് ഉള്ളത്. ഇവിടെയാണെങ്കിൽ 137 സീറ്റുകളിൽ 100-ലധികവും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നിന്ന് സീറ്റുകൾ കുറഞ്ഞാലും സർക്കാർ രൂപീകരണത്തിന് തടസ്സമാകില്ല എങ്കിലും കോൺഗ്രസിന് വലിയ നാണക്കേടാണ്. പ്രത്യേകിച്ച് CPM കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചരണം നടത്തുകയും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ പരസ്യമായ വാക്കുപോലും ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഗ്രൂപ്പുകളെ ഒതുക്കാൻ സതീശനും സുധാകരനും കൈകോർത്ത് മുന്നോട്ട് പോകുന്നതിനിടെ ഇരുവർക്കും ഇടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകളാണ് തിരിച്ചടിയായത്. പരസ്യമായി പോരാട്ടത്തിനിറങ്ങിയതോടെ ഹൈക്കമാൻഡ് ഇടപെടുകയും ചെയ്തു. നിലവിൽ സംസ്ഥാനത്തെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ദേശീയ നേതൃത്വങ്ങളാണ്. പ്രതിപക്ഷ നേതാവിന്റെയും പ്രസിഡന്റിന്റെയും പ്രവർത്തനങ്ങളിലെ പോരായ്മ A.K. ആന്റണി വരെ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. 2026-ലെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുക എന്ന ചുമതലയാണ് സതീശനും സുധാകരനും നൽകിയത്. അതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നതിന് പകരം തമ്മിത്തല്ലി പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന പണിയാണ് നടത്തുന്നത് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരുവരും നന്നായി യോജിച്ച് പ്രവർത്തിച്ചിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ എല്ലാം താറുമാറായി. ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപ തരംഗം കൊണ്ട് മാത്രമാണ് ആ സീറ്റ് നിലനിർത്താൻ ആയത്, അല്ലാതെ നേതൃത്വത്തിന്റെ മിടുക്കുകൊണ്ടല്ല. ഇരുവരും സംഘടന ശക്തമാകട്ടെ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള യാത്ര നടത്തിയത്. അതിനിടയിലും തമ്മിത്തല്ലാണെന്നാണ് സുധാകരനും സതീശനും സമയം കണ്ടെത്തിയത്. സുധാകരൻ സതീശനെ പരസ്യമായി തെറിവിളിക്കുന്ന സംഭവം വരെയുണ്ടായി. മാധ്യമങ്ങളുടെ മൈക്ക് ഓണാണ് എന്ന് ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാട്ടിയതോടുകൂടിയാണ് സുധാകരൻ തുടങ്ങിയത്. കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിൽ പാർട്ടി പ്രവർത്തകർക്കും നിരാശയുണ്ട്. രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനെയോ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കണമെന്നും A.P. അനിൽകുമാറിനെ പ്രതിപക്ഷ നേതാവ് ആക്കണമെന്നുമുള്ള പലരും ഉന്നയിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവന്നാലും മതിയെന്ന് പറയുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് രമേശ് ചെന്നിത്തല മാത്രമാണ്. സതീശൻ ഒത്തുതീർപ്പുകളുടെ രാജാവാണെന്നാണ് ആക്ഷേപം. ശശി തരൂർ, M.K. രാഘവൻ, കെ മുരളീധരൻ, ബെന്നി ബെഹനാൻ എന്നിവർ നേതൃമാറ്റം വേണമെന്ന സൂചന കെ.പി.സി.സി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. സുധാകരനെ അധ്യക്ഷനാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനാകില്ല എന്ന് എല്ലാവരും പിടിവാശിയിൽ നിൽക്കുന്നതിനിടെ അവരെ എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് കസേര തിരിച്ചുപിടിച്ച സുധാകരൻ ശക്തനാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചു എങ്കിലും അതിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ കോൺഗ്രസിനെ പിന്തുണച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാകും. പിന്തുണ കിട്ടിയില്ല എങ്കിൽ കെ.പി.സി.സിയിൽ അടിമുടി മാറ്റമുണ്ടാകും. ആരുടെയൊക്കെ തലയൂരുമെന്ന് പറയാൻ കഴിയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തില്ല എങ്കിൽ കോൺഗ്രസ് എന്ന സംവിധാനം തന്നെ സംസ്ഥാനത്ത് ഇല്ലാതെയാകും. രണ്ടാം നിര നേതാക്കളിൽ പലരും ബി.ജെ.പിയിലേക്ക് പോകും. CPM ഇടതുമുന്നണിയും വീണ്ടും ശക്തി പ്രാപിക്കുകയും ബി.ജെ.പി വളർന്നു വരികയും ചെയ്യും. അത് വലിയ അപകടകരമാണെന്ന് ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് അഴിച്ചുപണി ഇപ്പോഴേ നടത്തിയില്ല എങ്കിൽ അപാകതയുണ്ടാകും. എന്നാൽ ആ പരിപാടിയിൽ തന്നെ മാത്രം തൂക്കിയെറിയാനാണ് ലക്ഷ്യമെങ്കിൽ അത് വേണ്ട, സതീശന് മാറ്റണം എന്നാണ് സുധാകരന്റെ ആവശ്യം.